നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ അഷൂറ അവധി പ്രഖ്യാപിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് അഷൂറ അവധി സംബന്ധിച്ച സർക്കുലർ പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് ജൂലൈ 16, 17 തീയതികളിൽ മന്ത്രാലയങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. ബഹ്റൈൻ ഉൾപ്പെടെ അറേബ്യൻ ഉപദ്വീപിലെ രാജ്യങ്ങളിൽ ഈ ആഴ്ച അവസാനത്തോടെ താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുമെന്ന് മുന്നറിയിപ്പ്. അറേബ്യൻ വെതർ സെന്ററാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ വിലയിരുത്തി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബഹ്റൈൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലെല്ലാം താപനില ഉയരും. അറേബ്യൻ രാജ്യങ്ങൾ ഈ ആഴ്ച അവസാനത്തോടെ ആഗോളതലത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ബഹ്റൈനിൽ വെള്ളിയാഴ്ചയോടെ താപനില 47 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നും കാലാവസ്ഥാ ഡയറക്ടറേറ്റ് അറിയിച്ചു. പകൽ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും ജലാംശം നിലനിർത്താനും അറബ് കാലാവസ്ഥാ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. സമസ്ത ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന അദ്കീർ ദ്വൈമാസ ക്യാമ്പയിന്റെ ഭാഗമായി സമസ്ത മനാമ ഏരിയ കമ്മിറ്റി ഒരുക്കുന്ന ഇൻസൈറ്റ് 2024 സമ്മർ പഠന ക്യാമ്പിന് തുടക്കമായി. മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസ ഹാളിൽ വെച്ച് ചേർന്ന ചടങ്ങ് സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ തേങ്ങാപട്ടണം ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ ക്ലാസുകൾ, മലയാള ഭാഷാ പഠനം, ജനറൽ നോളജ് ക്ലാസുകൾ, ജനറൽ കോച്ചിംഗ് ക്ലാസുകൾ തുടങ്ങി വിപുലമായ പഠന പാഠ്യേതര വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. അഷ്റഫ് അൻവരി ചേലക്കര, ഹാഫിൽ ഷറഫുദ്ദീൻ മൗലവി, മുഹമ്മദ് ജസീർ തുടങ്ങിയവർ ക്യാമ്പിലെ ക്ലാസുകൾക്കും സമസ്ത മനാമ ഓർഗനൈസിംഗ് സെക്രട്ടറി സജീർ പന്തക്കൽ, സെക്രട്ടറിമാർ, പ്രവർത്തക സമിതി മെമ്പർമാർ എന്നിവർ ക്യാമ്പിനും നേതൃത്വം നൽകുന്നു. സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസ സദർ മുഅല്ലിം അഷ്റഫ് അൻവരി ചേലക്കര സ്വാഗതവും ട്രഷറർ ജാഫർ കൊയ്യോട് നന്ദിയും രേഖപ്പെടുത്തി. വർക്ക് പെർമിറ്റ് വിസ നൽകാമെന്ന വ്യാജേന വിസിറ്റ് വിസയിൽ ബഹ്റൈനിലെത്തിച്ച കോട്ടയം സ്വദേശിയെ കോട്ടയം ജില്ലാ പ്രവാസി കൂട്ടായ്മ നാട്ടിലെത്തിച്ചു. കോട്ടയം സ്വദേശികളായ 3 പേരുൾപ്പെടെ 4 പേരെയാണ് ഇങ്ങനെ കബളിപ്പിച്ച് ബഹ്റൈനിൽ കൊണ്ടുവന്നതെന്ന് കോട്ടയം ജില്ലാ പ്രവാസി കൂട്ടായ്മ പ്രതിനിധി മണിക്കുട്ടനാണ് അറിയിച്ചത്. വിസ മാറ്റിക്കൊടുക്കാൻ തയ്യാറാകാതെ ഈ കാലയളവിൽ ഇവരെ കൊണ്ട് ബഹ്റൈനിൽ നിയമവിരുദ്ധമായി ശമ്പളമില്ലാത്ത ജോലികൾ ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ പ്രയാസത്തിലായ കോട്ടയം സ്വദേശികളായ 2 പേരെ നിരവധി പേരുടെ സഹായത്താൽ നാട്ടിലേക്ക് കഴിഞ്ഞ ദിവസം അയച്ചിരുന്നു. കോട്ടയം ജില്ലാ പ്രവാസി കൂട്ടായ്മയുടെ സഹായത്താൽ അടുത്തയാളെ ഇന്നലെയാണ് നാട്ടിലേക്ക് അയച്ചത്. അദ്ദേഹത്തിനുള്ള ടിക്കറ്റും സഹായവും കോട്ടയം കൂട്ടായ്മയും അതോടൊപ്പം ഹോപ്പ് ബഹ്റൈന്റെ നാട്ടിലെ പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹസമ്മാനമായ ഗൾഫ് കിറ്റും നൽകി. ഇനി ഒരു കണ്ണൂർ സ്വദേശിയും കൂടി നാട്ടിലേക്ക് പോകുവാനുണ്ടെന്നാണ് വിവരം. അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുവാൻ വേണ്ട കാര്യങ്ങൾ പല കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ ചെയ്തു വരുന്നു എന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. കടുത്ത ചൂടിൽ യാത്രക്കാർക്ക് ആശ്വാസം പകരുന്നത് ലക്ഷ്യമാക്കി സൗജന്യ ഐസ്ക്രീം വിതരണവുമായി ദുബായ് മെട്രോ. ബീറ്റ് ദ ഹീറ്റ് അറ്റ് യുവർ മെട്രോ സ്റ്റോപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ചാണ് വ്യത്യസ്ത സംരംഭവുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. ബുധനാഴ്ച മസ്രിക് ഇബ്ൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷനുകളിലും വ്യാഴാഴ്ച ഇക്വിറ്റി ഓൺ പാസീവ് മെട്രോ സ്റ്റേഷനുകളിലുമാണ് ഐസ്ക്രീം വിതരണം ഉണ്ടാവുക. ചൂട് ഏറ്റവും കനക്കുന്ന രാവിലെ 11 മുതൽ 1 മണി വരെയുള്ള സമയത്താണ് യാത്രക്കാർക്ക് ഐസ്ക്രീം ലഭിക്കുകയെന്നും സമൂഹ മാധ്യമങ്ങൾ വഴി റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. 4 പതിറ്റാണ്ടിനിടെ ആദ്യമായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആഘോഷത്തോടെ വരവേറ്റ് ഓസ്ട്രിയ. വന്ദേമാതരം ആലപിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓസ്ട്രിയ സ്വീകരിച്ചത്. ദ്വിദിന റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രിയ തലസ്ഥാനമായ വിയന്നയിൽ എത്തിയത്. മോദിക്കായി റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിലാണ് ഓസ്ട്രിയൻ ഗായക സംഘം വന്ദേമാതരം അവതരിപ്പിച്ചത്. 1983 ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ഓസ്ട്രിയയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഇനിയൊരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods.
dairy products, grocery, or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗിന് പിറന്നാൾ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിലും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിലും രാജ്നാഥ് സിംഗിന്റെ സംഭാവനകൾ വലുതാണെന്ന് പ്രധാനമന്ത്രി പ്രശംസിച്ചു. മുൻ CI S വിജയനാണ് ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBIയുടെ കുറ്റപത്രം. ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണനെ തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ DGP സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തതെന്നും ചാരക്കേസിന്റെ ഭാഗമായ ഗൂഢാലോചന കേസിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. മുൻ പോലീസ് ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം നൽകിയത്. ISRO ചാരക്കേസിന്റെ യാഥാർത്ഥ്യം നേരത്തെ പുറത്തുവന്നതെന്നും നമ്പി നാരായണൻ പ്രതികരിച്ചു. CBI കുറ്റപത്രം മുഖേന അതിപ്പോൾ കോടതി പറഞ്ഞു. അത്രമാത്രമേ സംഭവിച്ചിട്ടുള്ളൂവെന്നും നമ്പി നാരായണൻ അറിയിച്ചു. ISRO ചാരക്കേസിലെ ഗൂഢാലോചന അന്വേഷിച്ച CBI സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. സർക്കാരിന്റെ മുൻഗണനകൾ നിശ്ചയിക്കണമെന്ന CPIM നിർദ്ദേശത്തിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയങ്ങളിൽ വിശദീകരണം നൽകിക്കൊണ്ടുള്ള പ്രമേയമാണ് മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത്. കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പ്രമേയം വിശദീകരണം നൽകിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച് വിശദമായ വിശദീകരണമാണ് സർക്കാർ നടത്തിയത്. പെൻഷൻ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിഹിതം നാമമാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ച പ്രമേയം പെൻഷൻ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നതെന്നും വ്യക്തമാക്കി. സാമൂഹ്യക്ഷേമ പെൻഷൻ തുക ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രത്യേക പ്രസ്താവന. 5 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും പ്രത്യേക പ്രസ്താവനയിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാന സർക്കാർ ഇടുക്കി ജില്ലയിലെ ആദിവാസികൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിൽ നിരോധിച്ച വെളിച്ചെണ്ണ. കേരള സുഗന്ധി എന്ന നിരോധിത വെളിച്ചെണ്ണയുടെ 1 ലിറ്റർ വീതമുള്ള പാക്കറ്റാണ് വിതരണം ചെയ്തത്. മായം കലർന്ന നിരോധിത വെളിച്ചെണ്ണയാണെന്ന് മനസ്സിലാക്കാതെ ഇത് ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്തവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായും പരാതിയുണ്ട്. സംഭവത്തിന് പിന്നാലെ ആദിവാസി ഏകോപന സമിതിയും IDPയും ചേർന്ന് വെളിച്ചെണ്ണ പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിൽ വിശദീകരണവുമായി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ രംഗത്ത് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണോ ആരോഗ്യ പ്രശ്നത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ലെന്നും പരിശോധനാ ഫലത്തിന് കാത്തിരിക്കുന്നുവെന്നുമാണ് മറുപടി. സർക്കാർ അംഗീകൃത ഏജൻസികൾ തന്നെയാണ് കിറ്റ് വിതരണം നടത്തിയത്. നിരോധിച്ച വെളിച്ചെണ്ണയാണെന്ന് ഇപ്പോഴാണ് പരാതി ഉയർന്നത്. ഇതിന്റെ വസ്തുതയും പരിശോധിക്കുന്നുണ്ട്. പ്രദേശത്ത് നേരത്തെ പകർച്ചപ്പനിയും ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന തുടരുകയാണെന്നും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.